എല്ലാവർക്കും നമസ്കാരം. ചോറിന് മാത്രമല്ല, ചപ്പാത്തി, ദോശ, വെള്ളപ്പം അങ്ങനെ എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷനായിട്ടുള്ള കറിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് ഉണ്ടാക്കാൻ പോകുന്നത് മുള്ളൻ ചക്ക കൊണ്ടാണ്. നല്ല രുചിയുള്ള ഈ മസാലക്കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായി ഒരു മുള്ളൻ ചക്ക എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തോല് കളഞ്ഞെടുക്കാം. ഇത് പഴുക്കാത്ത ചക്കയാണ്, എന്നാൽ അത്യാവശ്യം മൂത്തിട്ടുണ്ട്. തോല് കളഞ്ഞെടുക്കാം. തോല് കളഞ്ഞെടുക്കാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതേപോലെ നീളത്തിലുള്ള കഷ്ണങ്ങളായി മുറിച്ചെടുക്കാം. കഷ്ണങ്ങളൊന്ന് നന്നായി കഴുകിയെടുക്കാം. ഇനി കറിയിലേക്കുള്ള കുറച്ച് മസാലകൾ ചതച്ചെടുക്കാം. അതിനായി 7ഓളം വെളുത്തുള്ളിയിൽ എടുത്തിട്ടുണ്ട്. ഇതുപോലെ 2 ഇഞ്ചി കഷ്ണം, ഒരു പച്ചമുളക്, 8ഓളം ചെറിയ ഉള്ളി. കുറച്ച് മസാലകൾ ഇടാം. 1/2 ടീസ്പൂൺ വലിയ ജീരകം, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1/4 ടീസ്പൂൺ ഷാജീര, 1/4 ടീസ്പൂൺ കുരുമുളക്, ഓരോന്ന് വീതം പട്ട, ഗ്രാമ്പു, ഏലക്ക, ഒരു കഷ്ണം സ്റ്റാർ അനീസ്. നന്നായി ക്രഷ് ചെയ്തെടുക്കാം. ഇതേപോലെയാണ് ചതച്ചെടുക്കേണ്ടത്. പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് സവാള ഇടാം. സവാള എങ്ങനെ വേണമെങ്കിലും അരിയാം. ഞാൻ ഇപ്പോൾ ചെറുതായാണ് അരിഞ്ഞിരിക്കുന്നത്. കൂടെ തന്നെ കുറച്ച് കറിവേപ്പില ഇടാം. നന്നായി വഴറ്റും. സവാള ചെറുതായി ചുവക്കുന്നവരെ വഴറ്റിയെടുക്കണം. സവാള ചുവക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകളിടാം. ഒരു തക്കാളി അരിഞ്ഞത്, പിന്നെ ചതച്ച് വെച്ച മസാലയും. മസാലയുടെ പച്ചമണം പോകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. മുള്ളൻചക്ക കൊണ്ട് നമുക്ക് ഉപ്പേരി ഉണ്ടാക്കിയെടുക്കാം. ഉപ്പേരി നല്ല രുചിയാണ്. മസാല നന്നായി റോസ്റ്റായി കിട്ടണം. അങ്ങനെയാകുമ്പോഴാണ് കൂടുതൽ രുചി ഉണ്ടാവുക കറിക്ക്. മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. 2 ടീസ്പൂൺ വറുത്ത മല്ലിപ്പൊടി, എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി. പൊടികളുടെ പച്ചമണെല്ലാം പോയി നന്നായി മിക്സ് ആയിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിക്കാം. തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ കഷ്ണങ്ങൾ ഇടാം. കഷ്ണങ്ങളിടാം. കുരുകളുണ്ടെങ്കിൽ ഒന്ന് മാറ്റിയെടുക്കാം. ഇനി കഷ്ണങ്ങൾ വേവാനുള്ള വെള്ളം ഒഴിക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇടാം. പത്ത് മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കാം. വേവാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പൊന്നുകൂടി ചെക്ക് ചെയ്ത് വെക്കാം. കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. നല്ല കുറുകിയ ചാറോട് കൂടിയ മുള്ളൻ ചക്ക കറി റെഡിയായിട്ടുണ്ട്.
നല്ല രുചിയാണ് ഇത് കഴിക്കാൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇടാം. ഈ മുള്ളൻചക്കയ്ക്ക് ഇനിയും വേറെ പേരുകളുണ്ട്. ചിലർ മുള്ളാത്താന്ന് പറയും, ലക്ഷ്മണപ്പഴം എന്നെല്ലാം പറയാറുണ്ട്. ധാരാളം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഫ്രൂട്ടാണിത്. ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ്, അതുപോലെ തന്നെ നല്ല ഫൈബർ റിച്ചാണ്, അതേപോലെ തന്നെ ആൻറ്റി ക്യാൻസർ പ്രോപ്പർട്ടീസും ഉണ്ടെന്നാണ് പറയുന്നത്. മുള്ളൻചക്ക കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ചപ്പാത്തിയുടെ കൂടെയാണ് കറി സെർവ് ചെയ്യാൻ പോകുന്നത്.